രാഹുലും മറ്റുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഏറെ സ്നേഹമുണ്ടായിരുന്ന മരണപ്പെട്ട ദീപകിന്റെ വീട്ടിൽ പോയി സഹായധനം കൈമാറി. ഇവിടെ ഒരു പുരുഷ കമ്മീഷൻ എന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയോ സ്കോപ്പോ ഇല്ലാത്ത അവസരത്തിൽ ഞാൻ പറയുന്നു ആർട്ടിക്കിൾ ഇതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഇല്ല എന്ന് താങ്കൾ എങ്ങനെയാ പറയുക? രാജ്യസഭയിൽ ബില്ല് വന്നു, ബില്ല് വരുന്നു, അത് പാസ്സായ വാലിഡിറ്റി ആയില്ലേ? പറയുന്നത് പല്ലില്ലാത്ത നിരവധി സിംഹങ്ങളും പുലികളും നമുക്ക് ഇനി എന്തിനാ? ഞാൻ പറയട്ടെ, പകരം വേണ്ടത് എന്താണ്? ശ്രീ രാഹുൽ ഈശ്വറിന്റെ നേതൃത്വത്തിലെ ഒരു പുരുഷ സഹായ സംഘം ഇപ്പൊ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവര് ഈ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന ചെറുപ്പക്കാരായ യുവാക്കൾക്ക് നല്ല നിയമസഹായം നൽകട്ടെ, അവർക്ക് നല്ല അഭിഭാഷകരുടെ ഹെൽപ്പ് നൽകട്ടെ. വക്കീലേ, കാര്യം താങ്കൾ കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റിയെ കുറിച്ച് പറഞ്ഞു. താങ്കൾ ഇരിക്കുന്ന എന്ത് വാലിഡിറ്റിയില്ല? ഈ ഇരിക്കുന്ന അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് എന്ത് വാലിഡിറ്റി ആയിരിക്കുന്നത്? താങ്കൾ വാദിക്കുന്നത് എന്തിന്റെ ബേസിലാ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ഉണ്ടാക്കിയ നിയമം വെച്ചാൽ താങ്കൾ ഈ വാദിക്കുന്നതല്ല. എന്നിട്ടാണ് താങ്കൾ ഇപ്പോൾ നാളെ പുരുഷ കമ്മീഷൻ വന്നാൽ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി ഇല്ല എന്ന് പറയും. ബില്ല് അവതരിപ്പിച്ചതാണ്. നിയമസഭ ബില്ല് അവതരിപ്പിച്ചു, രാജ്യസഭ ബില്ല് അവതരിപ്പിച്ചു. അവതരിപ്പിച്ച ബില്ല് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി പറയാൻ താങ്കൾ അഡ്വക്കേറ്റ് തന്നെയാണോ? ഇതിന്റെ മറുപടി നല്ല രീതിയിൽ ട്രയൽ നടത്തുന്നതിന് പകരം നമുക്കിവിടെ നല്ലൊരു അക്യൂസിറ്റോറിയൽ ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. ജസ്റ്റിസിൽ നിങ്ങൾക്ക് അവസാനം വരെയും താങ്കളടക്കം നിരപരാധിയായിട്ടാണ് കാണുന്നത്. ഇതിന് നാണക്കേടായി എടുക്കരുത്. നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുന്നു, നാളെ എനിക്കെതിരെയോ SKN-എതിരെയോ ഒരു ആരോപണം വരുന്നു, നിങ്ങൾ അത് സ്ട്രോങ് ആയി കേസ് വാദിച്ച് നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു. അല്ലാതെ ഫെയിം ചെയ്യാനും വേണ്ടി വക്കീലേ, ഈ പ്രോസസ് ഉണ്ടല്ലോ വക്കീലേ, വെരി കോസ്റ്റ്ലിയാ. ഇന്ന് രാജ്യസഭയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യും. ഇദ്ദേഹം പറഞ്ഞത് മുമ്പത്തെ കോണ്ടെക്സ്റ്റിൽ ശരിയാണ്. പക്ഷേ രാജ്യസഭയിലോ നമ്മുടെ നിയമസഭയിലോ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് വരുന്നതിന് മുമ്പ് പ്രഥമ ദൃഷ്ടിയ ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി നിലനിൽക്കുമെന്ന് നോക്കും. ആ ചെക്ക് കഴിഞ്ഞു, ആ പ്രൊസീജിയർ കഴിഞ്ഞു, രാജ്യസഭയിൽ ഓൾറെഡി അവതരിപ്പിച്ചു കഴിഞ്ഞു, നമ്മുടെ നിയമസഭയുടെ പരിഗണനയിലുണ്ട്. ഇത് ഞാൻ പ്രിന്റ് ചെയ്തതല്ല, ഇത് നിയമസഭാ സെക്രട്ടേറിയറ്റ് അവരുടെ ചെലവിൽ പ്രിന്റ് ചെയ്ത് 140 MLA-മാർക്കും കൊടുത്തതാണ്. ഈ സ്ത്രീ വിരോധികളെന്ന് വിളിക്കുമോ എന്ന് പേടിച്ച് നമ്മുടെ MLA-മാർ അവതരിപ്പിക്കാതിരിക്കുന്നതാണ്. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തതാണ്. ആദ്യ ഘട്ടം കഴിഞ്ഞു, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്ന ചോദ്യം വാലിഡ് ആണ്. രാഹുൽ പറയുന്നതിനൊക്കെ ഒപ്പം നിൽക്കുമ്പോഴും ഇവരിവിടെ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഡിഫൻസ് സിസ്റ്റം വിഭാഗം കേസുകൾ വാദിക്കാൻ പത്രത്തിൽ വാർത്ത വന്നതുകൊണ്ടോ ചാനലിൽ നിങ്ങൾക്കെതിരെ വാർത്ത വന്നതുകൊണ്ടോ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നതുകൊണ്ടോ ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരിക്കെതിരെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങളുണ്ടോ? നിങ്ങൾ സമൂഹത്തിൽ ഉന്നതമായ പൊസിഷനിലുണ്ടോ? നിങ്ങൾക്കെതിരെ മാവിൽ കല്ലേറുണ്ടാകും. അതിന് നിങ്ങൾ ഡിഫൻസ് സിസ്റ്റത്തിൽ കൂടെ പ്രൂവ് ചെയ്യാനാണ്. അല്ലാതെ പുരുഷ കമ്മീഷന്റെ ഉമ്മറത്ത് കൊണ്ടുപോയി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.